വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ശനി ഞായറൊക്കെ ആകുമ്പോഴാണല്ലോ ഇങ്ങനെ ഓരോരോ തോന്നലുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ തേക്കാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ താളി തേച്ചിട്ട് കുളിക്കാം. അങ്ങനെ നോക്കിയപ്പോൾ താളി കല്ലും വിട്ട് അരയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ നടക്കണ കേസല്ല. അതായത് അവസാനം ഞാൻ മിക്സിയിലേക്കാണ് കേട്ടോ ആക്കണത്. അപ്പോൾ ചെമ്പരത്തിയുടെ അലിയും പിന്നെ അതേപോലെ ചെമ്പരത്തിയും ആര്യവേപ്പിൻ്റെ അലിയൊക്കെ കിട്ടിയ ഇലകളൊക്കെ വിട്ടിട്ടാണ് ഞാൻ എൻ്റെ താളി അരയ്ക്കൽ. ഞാൻ അങ്ങനെ തന്നെയാണ് വീട്ടിലായിരിക്കുമ്പോഴും അരയ്ക്കാറ് കേട്ടോ. വേപ്പിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അതും ഇടാറുണ്ട്. അപ്പോൾ എല്ലാം നന്നായി പിച്ചി നുറുക്കി ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ താളി അരയ്ക്കണം. അപ്പോൾ അതും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതും ഇറച്ചി മേടിക്കാനും ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ അവൻ വരുന്നതിന് മുന്നേ വേഗം കുളിക കഴിഞ്ഞ് റെഡി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ താളി നല്ലതായിട്ട് അരഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഉണ്ട് അതും മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ട്. മസാല ദോശ അല്ല, ഗീ റോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന് പറയണത്. അപ്പോൾ എന്താണ് പൊടി ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗീ റോസ്റ്റും പിന്നെ ഉഴുന്നുവടയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ചമ്മന്തിയും നമ്മുടെ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് പടക്കുകയാണ്. നല്ല കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാനൊന്നുമില്ല. കുഴപ്പമില്ല, അത്യാവശ്യം രസമുണ്ട്. ഇന്ന് ഉച്ചക്കേക്ക് നമ്മൾ ബീഫാണ് കേട്ടോ സെറ്റാക്കണം. അപ്പോൾ അതിലേക്കുള്ള സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനൊക്കെ ഉള്ളത് ആദ്യമാണ് കേട്ടോ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള മസാലകളും പൊടികളൊക്കെ ഞാനിതേ വറുത്ത് വെക്കുകയാണ്. അപ്പോൾ ഓരോ വട്ടം ഓരോ രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ബീഫിലേക്കുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും പിന്നെ സബോളയും ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് അതിനെ നേരത്തെ ഇൻഡക്ഷനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാവുന്ന ഗ്യാപ്പിൽ ഞാൻ കായൊക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബീഫായിട്ടുണ്ട്. അപ്പോൾ അതിനെ ബീഫിനെ ഞാൻ മാറ്റി വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ കായിട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇൻഡക്ഷൻ അതായി കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവിക്കുള്ളത് സെറ്റാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായി വഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മസാലപ്പൊടി വറുത്ത് വെച്ചതും നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് പാക്കിണ്ടായിരുന്നത്. നമ്മുടെ ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്. ഗ്യാസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായില്ലേ, അതാണ് കേട്ടോ ഇൻഡക്ഷൻ ആക്കണത്. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാളും കൂടിയിട്ട് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അടുത്ത ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നല്ല ബീഫ് കറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഒരു ഗംഭീര ഉറക്കം കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ ഉണ്ടത് ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാൻറ്റിയും മാമനും തായും അബിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗർഭിണീനെ കാണാനായിട്ട്. അപ്പോൾ അതേ കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നിക്കാണ്. അപ്പോൾ ആൻറ്റി എന്നോട് വീഡിയോ എടുക്കല്ലടി എന്നൊക്കെയാണ് ഈ നിന്ന് പറയണത്. പക്ഷെ ഞാൻ എടുക്കുമല്ലോ. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് അവർ ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ അവരെ കൊണ്ടുവന്നാക്കാൻ പോവാണ് കാറിൻ്റെ അവിടേക്ക്. അപ്പോൾ ടാറ്റയൊക്കെ തന്നിട്ട് അവർ പോയിട്ടോ. അതിൻ്റെ പിന്നാലെ അടുത്ത ഗ്യാങ് എത്തിയിട്ടുണ്ടായിരുന്നു. നിച്ചും ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളിപ്പെരുന്നാളും കേട്ട് ഭയങ്കര പടക്കം പൊട്ടിക്കലൊക്കെ കേട്ട് നിച്ചു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.